നമസ്കാരം. അയാൾക്ക് മുന്നിൽ ആരുമില്ല, ഒപ്പവും ആ സിംഹാസനത്തിൽ അയാൾ ഒറ്റയ്ക്കാണ്. ഫുട്ബോൾ ലോകത്തെ രാജാവ് എന്ന വിശേഷണത്തെ അന്വർത്ഥമാക്കും വിധം 8-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി കിക്ക് ലഭിച്ചിരുന്നു. അതിന്റെ സഞ്ചാരം ഗോൾ പോസ്റ്റിന് പുറത്തേക്കായിരുന്നു. എല്ലാവരും ഒരുപോലെ നിരാശപ്പെട്ട നിമിഷം. ലോക റെക്കോർഡ് ഒരു പെനാൽറ്റിയിലൂടെ വേണ്ട എന്ന് അയാൾ തീരുമാനിച്ചതാണോ എന്നറിയില്ല. അത്രയേറെ ദുർബലമായിരുന്നു ആ ഷോട്ട്. പെനാൽറ്റി നഷ്ടപ്പെട്ടപ്പോഴും അയാൾക്കൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. 38-ാം മിനിറ്റിൽ ഓസ്ട്രിയൻ വലയിലേക്ക് പന്തെത്തിച്ച് അയാൾ ആ ദൗത്യം പൂർത്തിയാക്കി. ഫാക്കുണ്ടോ എതിരെ നൽകിയ പാസ് തിയാഗോ അൽമാഡോ തൊടാതെ മെസ്സിക്കായി വിട്ടു നൽകുന്നു. ബോക്സിനുള്ളിൽ വെച്ച് ഒരു ഇടങ്കാലൻ ഷോട്ട്. ആ പന്ത് ചരിത്രത്തിലേക്ക് തുളച്ചു കയറി. ക്ലോസയുടെ 16 ഗോൾ എന്ന റെക്കോർഡ് അവിടെ അവസാനിച്ചു. റെക്കോർഡ് മെസ്സിയുടെ പേരിൽ 17ാമത്തെ ഗോൾ. ഇഞ്ചുറി ടൈമിലായിരുന്നു പിന്നീട് മെസ്സി മാജിക് കണ്ടത്. അൽവാരസിന്റെ ഷോട്ട് ഓസ്ട്രിയൻ ഗോളി തടഞ്ഞിട്ടു. ബോക്സിൽ നിന്നും പന്ത് പിടിച്ചെടുത്ത മെസ്സിക്ക് മുന്നിൽ പ്രതിരോധ കോട്ട. എന്നാൽ പരിഭ്രമമേതുമില്ലാതെ മെസ്സി ആ പന്ത് വലയിലാക്കി. ഗോൾ നേട്ടം 18 ഉയർന്നു. മെസ്സിക്ക് കൃത്യമായ ആധിപത്യവും മുൻതൂക്കവും. വിശേഷണങ്ങൾ ഏറെയുണ്ട് മെസ്സിക്ക്. വിശേഷിപ്പിക്കാൻ ഇനിയും പദങ്ങളും ഏറെയുണ്ട്. എന്നാൽ എല്ലാത്തിനും മുകളിലാണ് ഇപ്പോൾ മെസ്സി. മെസ്സിക്ക് തുല്യം മെസ്സി മാത്രം. ഈ ഓട്ടത്തിൽ ഫ്രഞ്ച് താരം എംബാപ്പെ മെസ്സിക്ക് പിന്നിലായുണ്ട്. 16 ഗോളുമായി ക്ലോസയ്ക്കൊപ്പമാണ് എംബാപ്പെ ഇപ്പോഴുള്ളത്. ഇറാഖിനെതിരെ എണ്ണം പറഞ്ഞ 2 ഗോളുകളാണ് ആ ബൂട്ടിൽ നിന്നും പിറന്നത്. 2-ാം പകുതിയിലെ ഗോളടിക്കാരൻ എന്ന ദുഷ്പേര് മായ്ച്ചു കളഞ്ഞ് ആദ്യ പകുതിയിൽ തന്നെ ഇക്കുറി എംബാപ്പെ ഗോളടിച്ചു. കളിയുടെ 13-ാം മിനിറ്റിലായിരുന്നു ആ ഇടങ്കാലൻ ഷോട്ട്. 2-ാം പകുതി ആരംഭിച്ചപ്പോൾ തന്നെ എംബാപ്പെ 2-ാം ഗോളും നേടി. എംബാപ്പെ ക്ലോസയുടെ നേട്ടത്തിനൊപ്പം എത്തി. ഇതോടെ തുടർ മത്സരങ്ങളും ഇരുവർക്കും നിർണായകമാണ്. ഈ ലോകകപ്പിലെ ഗോളടിക്കാരനുള്ള ഗോൾഡൻ ബൂട്ടിലും മെസ്സിയാണ് മുന്നിൽ. 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോൾ. തൊട്ടുപിന്നിൽ എംബാപ്പയും ഹാലൻഡും 4 ഗോൾ വീതം. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടവും കനക്കുകയാണ് എന്ന് ചുരുക്കം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.